നമസ്കാരം. CPM ചിഹ്നത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC മെമ്പർ ചെറിയാൻ ഫിലിപ്പ് രംഗത്ത്. CPMന്റെ ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റുക എന്നത് മനുഷ്യന്റെ തലയറത്തും തലയ്ക്കടിച്ചും കൊല്ലുന്ന മാരകായുധങ്ങളാണ് എന്നും പുതിയ തലമുറ അത്തരത്തിലാണ് ഈ ചിഹ്നത്തെ കാണുന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് വിമർശിച്ചു. സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം CPMന്റെ ചിഹ്നത്തിനെതിരെ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അരിവാൾ കർഷക തൊഴിലാളികളുടെയും ചുറ്റിക വ്യവസായ തൊഴിലാളികളുടെയും മുഖ്യ പണിയായുധമായിട്ടായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇപ്പോൾ മാറി മറിയുകയാണ്. ഇത്തരത്തിലായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: CPM ചിഹ്നമായ അരിവാൾ ചുറ്റിക എന്നിവ മനുഷ്യന്റെ തലയറത്തും തലയ്ക്കടിച്ചും കൊല്ലുന്ന മാരകായുധങ്ങളായാണ് പുതിയ തലമുറ കാണുന്നത്. അരിവാൾ കർഷക തൊഴിലാളികളുടെയും ചുറ്റിക വ്യവസായ തൊഴിലാളികളുടെയും മുഖ്യ പണിയായുധമായിരുന്ന കാലം ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു. കേരളത്തിന് പുറത്ത് ചുവപ്പ് കൊടി കാണുന്നത് അപകടത്തിലായ റോഡിന്റെയോ പാലത്തിന്റെയോ സമീപം തലയോട്ടി ചിത്രമുള്ള ബോർഡിനൊപ്പം മാത്രമാണ്. ദേശീയ കക്ഷി പദവി നഷ്ടപ്പെടുമ്പോൾ കാലഹരണപ്പെട്ട ചിഹ്നവും കൊടിയും നഷ്ടപ്പെടുന്നതിൽ CPM നേതാക്കൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നുകം വെച്ച കാള, പശുവും കിടാവും എന്നീ ചിഹ്നങ്ങൾക്ക് പകരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മനുഷ്യന്റെ കർമ്മത്തിന്റെ പ്രതീകമായ കൈപ്പത്തി ചിഹ്നമായി തെരഞ്ഞെടുത്തത്. AK ബാലൻ പറഞ്ഞതുപോലെ ഈനാം പേച്ചിയോ മരപ്പെട്ടിയോ ചിഹ്നമായി CPMന് തെരഞ്ഞെടുക്കാം. അതേസമയം ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ രീതികൾ ഓരോന്നായി എടുത്തു നോക്കുമ്പോൾ തന്നെ ഇതെല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് തോന്നിപ്പോകും. കുത്തും കൊലയും മാത്രം പിന്തുടരുന്ന ഒരു പാർട്ടിയായി CPM മാറിയെന്ന് പറയേണ്ടിയും വരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൺമുന്നിൽ നിന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം മുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സിദ്ധാർത്ഥന്റെ മരണം വരെ ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകര ബൂത്ത് ഓഫീസ് കെട്ടുന്നതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടാകുന്നു. ആ തർക്കം CPM-CPI സംഘർഷത്തിലാണ് കലാശിച്ചത്. CPI ബ്രാഞ്ച് സെക്രട്ടറി സനലിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം തകർക്കുകയും ചെയ്തു. കഴിഞ്ഞ 14-നാണ് ഈ തർക്കം ആരംഭിക്കുന്നത്. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ നെയ്യാറ്റിൻകര ചെമ്പരത്തിയിലെ ബൂത്ത് ഓഫീസ് നിർമ്മാണത്തെ ചൊല്ലിയായിരുന്നു തർക്കം. തെരഞ്ഞെടുപ്പ് ഓഫീസ് നിർമ്മാണത്തിന് ഷീറ്റ് മതിയെന്ന് ഒരു വിഭാഗം പറഞ്ഞു. ചൂടായതിനാൽ ഷീറ്റ് വേണ്ട എന്നും ഷാമിയാന മതിയെന്നും മറ്റൊരു വിഭാഗം പറഞ്ഞു. തുടർന്ന് 22-ന് രാത്രി നെയ്യാറ്റിൻകര MLA ആൻസലിന്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം നടന്നു. ഇത് കഴിഞ്ഞുപോയ CPI പ്രവർത്തകർ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചു. ഇതിന്റെ വൈരാഗ്യത്തിൽ സനലിന്റെ വീട്ടിൽ കയറി വാഹനം അടിച്ചു തകർത്തു. ഇരു വിഭാഗങ്ങൾക്കെതിരെയും നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. കേസാവാതെ ഒത്തുതീർപ്പാക്കാൻ നേതാക്കൾ മറ്റൊരു ഭാഗത്തു നിന്ന് ശ്രമം നടത്തുന്നുണ്ട്. ഒരു നിസാരമായ കാര്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ തമ്മിൽ തല്ല്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ CPM ചിഹ്നത്തെക്കുറിച്ച് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് നടത്തിയിരിക്കുന്ന ആരോപണം ശരിയായി തോന്നിപ്പോകും.